രാവിലെ തന്നെ നല്ല വെയിലാണ്. പക്ഷെ വെയിലിന്റെ ചൂടൊന്നും നമുക്ക് കേൾക്കുന്നില്ല കേട്ടോ. അത്യാവശ്യത്തിന് നല്ല തണുപ്പുണ്ട്. ഇന്നത്തെ തണുപ്പ് ഊട്ടീനെ മറികടക്കുന്നു. ഊട്ടിയിലെ തണുപ്പൊന്നും ഒന്നുമല്ല, അത്രയും തണുപ്പാണ് ഇന്നലെ ഇന്നുമായിട്ട് കേട്ടോ. അപ്പൊ ഇന്നത്തെ പണി എന്താണല്ലേ, 2 ദിവസം മുന്നേ നമ്മൾ കാണിച്ചിരുന്നു ക്യാബേജിനും കോളിഫ്ലവറിനൊക്കെ അരിക്കി വെക്കുന്നത്. അപ്പൊ ഇന്നലെ നമ്മൾ തുടങ്ങിയതാണ് നമ്മുടെ ചൈനീസ് ക്യാബേജ്, ബ്രൊക്കോളി. ഇത് രണ്ടിലും നമ്മള് അരിക്ക് കയറ്റി കുറച്ചും കൂടെ ഉള്ളൂ. ഓക്കെ, ഇതാണ് നമ്മളെ ബ്രൊക്കോളിന്റെ തൈ. നോക്ക്, നല്ല ഉഷാറായിട്ടുണ്ട്. ഈ തണുപ്പ് ഏറ്റവും കൂടുതൽ ഗുണം ചെയ്യുന്നത് നമ്മൾ ഈ തൈകൾക്കൊക്കെയാണ് കേട്ടോ. ഇതാ നല്ല കരുത്തായി വന്നിട്ടുണ്ട്, സ്പീഡിലായിട്ട് വളർച്ച. ഇതിന്റെ കുറച്ചുകൂടെ പെട്ടെന്നായിട്ടുണ്ട്. നമ്മൾ കറക്റ്റ് നോക്കിയതുകൊണ്ട് നമുക്ക് കളയൊക്കെ പറിച്ച് തന്നെ ആദ്യം തന്നെ കറക്റ്റ് സമയത്ത് അരിക്ക് കയറ്റാൻ കഴിഞ്ഞു. വൈകി പോയത് നമ്മളെ കോളിഫ്ലവറും ക്യാബേജും ആണ്. പക്ഷെ അതിപ്പം അരിക്ക് കയറ്റിയപ്പം വീണ്ടും സ്പീഡിൽ വളർന്ന് പെട്ടെന്ന് ആവുന്നുണ്ട്. ബ്രൂക്കോളി കറക്റ്റ് നമ്മൾ നട്ട് കുറച്ചൊക്കെ പോക്ക് തൈകളൊക്കെ അങ്ങനെ മാറ്റേണ്ടി വന്നു കേട്ടോ. വാട്ടർ രോഗം വന്നിരുന്നു, ഇടയ്ക്കൊക്കെ ഒരു ചെറിയ തൈകൾ കാണാം. ഇതൊക്കെ നമ്മൾ രണ്ടാമത് മാറ്റിയിട്ട തയ്യ. ഇലയിലൊക്കെ നോക്ക്, നല്ല മഞ്ഞ് വെള്ളമുണ്ട്. വെയിലൊരു ഞാൻ പറഞ്ഞില്ല, ഒരു പ്രശ്നമില്ലാത്തതുകൊണ്ട് എത്രത്തോളം തണുപ്പ് കിട്ടുന്നത് അത്രയും നല്ല തണുപ്പ് ഈ ചെടികൾക്കൊക്കെ. പുഴുക്കരുത് കുറച്ചുണ്ട്. നമുക്ക് എന്തായാലും ക്യാബേജിന് മരുന്നടിക്കാനുണ്ട്. ക്യാബേജിന് കുറച്ച് ഭാഗം ഇന്നലെ അടിച്ചു കൊടുത്ത് മരുന്ന്. പിന്നെ സമയം ഒന്നാമത് വൈകുന്നേരം ഇത് വാടിയത്, ചിലതൊക്കെ നമ്മൾ അരിക്കരുമ്പോൾ പൊട്ടിപ്പോവും. ഇവിടെ ഈ ഭാഗത്തുണ്ട്. ഇതിൽ കളകളല്ലേ, ഇതിൽ കൂടുതൽ ചീരയാണ്. അപ്പോൾ ചീരയൊക്കെ നമ്മൾ പറിച്ചെടുത്ത് ഇത് ആ സൈഡിൽ കുറച്ച് ചീരയും കൂടെ ഉണ്ട്. അത് ഇന്ന് നമ്മൾ സ്ലറി അടിക്കുന്ന കൂട്ടത്തിൽ അതും കൂടെ അടിച്ചു കൊടുത്താൽ ചീര പെട്ടെന്ന് പറിച്ചെടുക്കാം. ചീര ആയതുകൊണ്ട് നമുക്ക് പറിച്ചെടുത്തിട്ട് പരിപാടി കഴിഞ്ഞ്. പിന്നെ ഇതിനെ അരിക്കി വെക്കാൻ നാസർക്ക് വേണ്ട, ഞാൻ തന്നെ മതി. ഇതങ്ങനെ ഇല പൊട്ടൂല, കുത്തനെ വെക്കുന്നുണ്ട്. പക്ഷെ അതിന് വേണ്ടി ഇതാ ചൈനീസ് ക്യാബേജ് അരിക്കയറ്റാൻ നല്ല പണിയാണ്. ചൈനീസ് ക്യാബേജ് നോക്ക്, വിരിഞ്ഞാ വരുന്നത്. ഇത് കൂടുട്ടോ. അതിപ്പോ ആദ്യം ഇങ്ങനെ വിരിഞ്ഞ് വന്നിട്ട് പിന്നെയാണ് ഇലകളൊക്കെ ഒക്കെ വരാണ്ട്. ഇന്നലെ ഇതിൽ കുറച്ച് അരിക്കയറ്റി ഇല പൊട്ടാതെ കുറച്ച് പിടിച്ചു തന്നിട്ടോ. ഇന്നലെ കെങ്ങയൊക്കെ ഉണ്ടായതുകൊണ്ട് കെങ്ങനെ കൊണ്ടൊക്കെ ഞാൻ ഇങ്ങനെ ഇല ഒന്ന് പിടിപ്പിച്ചിട്ടാണ് മണ്ണിട്ടത്. ഒരാളിങ്ങനെ പിടിച്ചു തന്നാൽ പെട്ടെന്ന് നമുക്ക് എന്ത് ചെയ്യാം, മണ്ണ് കയറ്റി കൊടുക്കുക. ഇത് കണ്ടോ, അത്രയും വിടർന്നിട്ടുള്ളത്. കുറച്ചൊരു പണിയുണ്ട്. എന്നാലും ഇങ്ങനെ വെക്കുമ്പോൾ കണ്ടോ, ഇതിങ്ങനെ കുത്തനെ പോകുന്നുണ്ട്. ചൈനീസ് ക്യാബേജ് ഒക്കെ പിടിച്ചിട്ടുണ്ട് കേട്ടോ. ഇത് പിന്നെ പോക്ക് തൈ നടാൻ നമ്മളെ തൈകളും ഇല്ലായിരുന്നു. കുറച്ച് ചെറിയ തൈ ആയത് മാത്രം കുറച്ച് ചെറുതായിട്ടുള്ളൂ. ബാക്കി പോക്ക് തൈ ഒന്നും നട്ടിട്ടില്ല കേട്ടോ. ആ, അത് പറയണല്ലോ അല്ലേ. നമ്മളെ പോത്തുകളെ മേച്ച് വരുമ്പം കഴിഞ്ഞ പുല്ല് വെട്ടാത്ത ദിവസം നമ്മൾ എന്ത് ചെയ്തു, പോത്തിന് പശുവിനൊക്കെ മേക്കാൻ വിട്ടിട്ട് നമ്മൾ ഇതിലെങ്ങനെ ഓടിച്ച് കൊണ്ടുവരുന്ന സമയത്ത് ഒരു പുതിയ പശുവിനെ കൊടുത്തിട്ട് ജേഴ്സി. അതിന് ഭയങ്കര പേടിയാ. പോത്തൊന്നിങ്ങനെ തിരിഞ്ഞ സമയത്ത് പശു എടുത്തിരിക്ക് ചാടിയിട്ട് ഞാൻ വെച്ച് ചൈനീസ് ക്യാബേജും പോയി ബ്രൊക്കോളി ഒക്കെ പോയി എന്ന് വിചാരിച്ചു. പക്ഷെ ഗ്യാപ്പിട്ട് ചവിട്ടി വേഗം നമ്മളെന്ത് ചെയ്യും, ആട്ടി പുറത്താക്കി കേട്ടോ. ആ ഒരു ഗ്യാപ്പിലൂടെ കേട്ടോ പുറത്താക്കി. അത്ര ചെറിയ ഗ്യാപ്പിലൂടെ പശു അങ്ങോട്ട് ചാടി. ഞാൻ വിചാരിച്ചു എല്ലാം പോയി. അത്രയും റിസ്ക് എടുത്തിട്ട് ഇത്രയും റിസ്ക് എടുത്തൊക്കെ നട്ടിട്ടേ പശു ചവിട്ടി പോയെന്ന് പറഞ്ഞാലേ സങ്കടം തീർത്താ തീരൂല. നമ്മളെ ഗ്രോ ബാഗിൽ നട്ട ചൈനീസ് ക്യാബേജ് വിളവെടുക്കാനായിട്ടുണ്ട് കേട്ടോ. ക്യാബേജും ചൈനീസ് ക്യാബേജൊക്കെ നമ്മൾ ആദ്യ വിളവെടുപ്പ് എന്തായാലും ഈ ആഴ്ച തന്നെ ചെയ്യാനായി. അത്യാവശ്യം ഈ തണുപ്പും കൂടെ വന്നപ്പം ക്യാബേജൊക്കെ നല്ല ടൈറ്റ് ആവുന്നുണ്ട് കേട്ടോ. എത്ര തണുപ്പ് ഞാൻ പറയുന്നത്, തണുപ്പിന് എങ്ങനെ പറയുന്നത് എന്താ വെച്ചാൽ തണുപ്പ് കിട്ടുമ്പോഴാണ്, തണുപ്പും പകലിലെ ഈ ചൂടും ഇത് രണ്ടും വേണം. അത് ശീതകാല പച്ചക്കറികൾക്ക് ഏറ്റവും തൈകൾക്കും പച്ചക്കറികൾ നടുന്നതിനൊക്കെ ഏറ്റവും നല്ലതാണ്. പിന്നെ ഈ ഒരു കാലാവസ്ഥ തിരിച്ചു വന്നു എന്ന് പറയാം. നമ്മളെ കഴിഞ്ഞ വർഷം ഒന്നും വലിയ തണുപ്പ് വന്നില്ല. കഴിഞ്ഞ വർഷം ഡിസംബർ ലാസ്റ്റ് 1-2 ദിവസം തണുപ്പ് വന്നിട്ടുള്ളൂ. ഇക്കൊല്ലം നമ്മൾ ഡിസംബർ തുടങ്ങിയപ്പോൾ തന്നെ തണുപ്പ് വന്നിട്ടുണ്ട്. അപ്പൊ ഈ ഒരു മാസവും ജനുവരി ആദ്യത്തിൽ കുറച്ച് തണുപ്പ് കിട്ടിക്കഴിഞ്ഞാൽ പച്ചക്കറി തൈകൾക്കൊക്കെ കുറെ ഇത് എന്താ വെച്ചാൽ ഒരു പരിധി ചൂട് വന്നാൽ തണുപ്പ് കുറഞ്ഞു കഴിഞ്ഞാൽ ഈ ചെടികൾക്കൊക്കെ പെട്ടെന്ന് രോഗം കയറി പിടിക്കും. പുഴുക്കേടല്ല, അല്ലാതെ തന്നെ കൂടി കിട്ടാത്ത പ്രശ്നം വരും. പിന്നെ ചീച്ചിൽ രോഗം പെട്ടെന്ന് കൂടും. നനവും ചൂടും മാത്രമാണെങ്കിൽ ചീച്ചിൽ രോഗം. ഈ തണുപ്പും കൂടെ ഉണ്ടാകുമ്പോഴാണ് കുറെ രോഗങ്ങൾ ഈ ചെടികൾക്ക് കുറഞ്ഞു കിട്ടുക. കറക്റ്റ് ഇതിന്റെ ഉള്ളിലുള്ള ആ ഒരു ടൈറ്റ് വരുമല്ലോ എന്തും. ഇപ്പൊ ചൈനീസ് ക്യാബേജ് ആണെങ്കിലും കൂടി വരണം, ബ്രൂക്കോളിക്കാണെങ്കിലും കോളിഫ്ലവറിനാണെങ്കിലും നല്ല ഫ്ലവർ പോലെ വരണം. അതൊക്കെ വരുന്നത് ഈ തണുപ്പിനെ ആശ്രയിച്ചാണ്. നമ്മളെ ക്യാബേജും കോളിഫ്ലവറൊക്കെ നട്ട സ്ഥലത്ത് കൂടുതലും നമുക്ക് ചോപ്പ് ചീരയായിരുന്നു. പച്ച കുറവാണ്, ഇത്രക്കില്ല. പക്ഷെ ഇവിടെ നോക്ക്, കൂട്ടായിട്ടുണ്ടായത് നല്ല പച്ചച്ചീരയാണ്. ഇടയ്ക്ക് മാത്രം ഓരോ ചോപ്പ് ചീര ഉള്ളൂ. കുറച്ചുകൂടെ കേടൊക്കെ കുറവ് നമ്മൾ നിർത്താനൊക്കെ പറ്റി നമുക്ക് ചോപ്പ് ചീരയാണ്. പച്ച പെട്ടെന്ന് വിളവെടുക്കണം. ഇവിടുന്ന് കൂടുതൽ നമ്മൾ പറിച്ചെടുത്തൊക്കെ നല്ല പച്ച ചീരയായിരുന്നു കേട്ടോ. കുറച്ചൊക്കെ ഇതുപോലെ കളകൾ ഉണ്ടാകുന്നത് പറിച്ച് ഒഴിവാക്കണം. നമ്മുടെ മണ്ണ് കയറ്റിയാലും ഇതുപോലെയുള്ള കളകൾ ഉണ്ടാവും. എന്ന് വെച്ചാൽ നനയ്ക്കുന്ന സമയത്ത് എന്ത് പെട്ടെന്നല്ല വേര് പിടിച്ച് വേഗം കയറി വരും. നമ്മൾ ഈ ബ്രൊക്കോളിയുടെ കൃഷിയെ ഞങ്ങൾ ആദ്യം ഫസ്റ്റ് കൂടുതലായി ചെയ്തു. ഒരു കൊല്ലം നമ്മൾ എന്ത് ചെയ്തു, നമ്മളെല്ലാം എങ്ങനെ ഇതിന്റെ സംഭവം ഒന്നും അറിയില്ല. എല്ലാവരും പറയും പച്ച സാധനം ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു 2 വർഷം മുന്നേ
അത്രയും സ്ഥലത്ത് നമ്മൾ ക്യാബേജ് നട്ട പോലെ ബ്രൊക്കോളി ചെയ്തു. എന്നിട്ട് ഇത് ഇവിടെയുള്ള ആളുകൾക്കൊന്നും നമ്മളെ കടകളിലൊക്കെ കൊണ്ടുപോകുമ്പോൾ ആർക്കും വേണ്ട, ആർക്കും ഇതിന്റെ ഗുണങ്ങളും അറിയില്ല, ഇത് എന്താന്ന് പോലും അറിയില്ലെന്ന് പറയാം ആളുകൾക്ക്. അങ്ങനെ ഞാൻ കുറച്ച് ബുദ്ധിമുട്ടി, ഇതെങ്ങനെ മാർക്കറ്റ് ചെയ്യണല്ലോ, നമുക്ക് ഇത്രയും ഉണ്ടാക്കിയതല്ലേ. അങ്ങനെ നമ്മൾ റിസോർട്ടുകളിലാണ് ഇത്, ഫോറിനേഴ്സ് ഒക്കെയാണ് അധികം ഇത് കഴിക്കാനൊക്കെ ഒരു ന്യൂസ് കിട്ടിയപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ഇവിടെ ഏറ്റവും വലിയ റിസോർട്ട് വൈത്തിരി റിസോർട്ടാണ്. അത്യാവശ്യം ഇപ്പം അതിലും വലിയ റിസോർട്ടുകളൊക്കെ വന്നു. ആദ്യം ഒരു ട്രെൻഡായി നിൽക്കുന്ന റിസോർട്ട് വൈത്തിരി റിസോർട്ട്, വൈത്തിരി വില്ലേജ് ഒക്കെ. അപ്പോൾ ഞാൻ അവിടെ പോയിട്ട് ഒരു സാമ്പിളിന് ഒരു ബ്രൊക്കോളിയും പറിച്ചിട്ട് പോയി. അതിൽ അവർ പറഞ്ഞു ഇത് എവിടുന്ന, അവർ ആദ്യം ചോദിച്ചത് പുറത്ത്, ഞാനിത് പച്ചക്കറി കടക്കാരനുള്ള ഒരു ബേസിൽ അവരോട് ചോദിച്ചത് ഇത് എവിടുന്ന കിട്ടിയത്, ഊട്ടിയിൽ നിന്ന് ഇവിടുന്നാണോ എന്ന് ചോദിച്ചു. അധികം വലുപ്പം പോരല്ലോ എന്നൊക്കെ പറഞ്ഞു എന്നോട്. ഞാൻ പറഞ്ഞത് ഊട്ടിയിൽ നിന്നല്ല, നമ്മൾ ഇവിടെ കൃഷി ചെയ്തതാണ്, ഓർഗാനിക് ആണ്. ഞങ്ങൾ സാമ്പിൾ കൊടുന്ന് പറഞ്ഞപ്പം അതിന് ഷെഫ് എന്നെ വിളിച്ചു കൊണ്ടുപോയിട്ട് ഊട്ടിയിലും കാണിച്ചു, ഇതും വ്യത്യാസം കാണിച്ചു തന്നു. ഇവിടെ കുറച്ചും കൂടെ ക്വാളിറ്റി ഉണ്ട് എന്ന് അവർ പറയുന്നത്, വലിപ്പം ഇല്ലെങ്കിലും ക്വാളിറ്റി ഉണ്ട് എന്നൊക്കെ പറഞ്ഞു. അവർ ഷെഫിനെ വിളിച്ചുകൊണ്ട്, ഷെഫ് ഞാൻ കുറേ സംസാരിച്ചു, ഷെഫിന് നല്ല ഇഷ്ടമായിട്ടോ, ഇവിടെയൊക്കെ ഇത് കൃഷി ചെയ്യാന്ന് പറയുമ്പോൾ അവർക്ക് ഭയങ്കര ഇതായിരുന്നു. അങ്ങനെ ഷെഫിന്റെ നിർബന്ധപ്രകാരം അവർ പറഞ്ഞു ചെറുപ്പം നോക്കേണ്ട ഇത് എടുക്കാൻ പറഞ്ഞു. അപ്പൊ ഞാനിങ്ങനെ ചെടി അടക്കാൻ കൊണ്ടുപോയത്. അപ്പൊ ഇവർ തൂക്കുന്ന സമയത്ത് മൊത്തത്തിൽ തൂക്കൂല, അതിന്റെ ഫ്ലവർ മാത്രം, ഫ്ലവറിന്റെ ചുറ്റും കുറച്ചുണ്ടാകും, ഫ്ലവർ ആയിട്ട് നീ കാണിച്ചിട്ടുണ്ട്, അത് മാത്രമേ എടുക്കുള്ളൂ എന്ന് പറഞ്ഞു. അപ്പൊ നിങ്ങൾ ഷെഫിനോട് പറഞ്ഞു നിങ്ങൾക്ക് അധികം വെയിറ്റ് പ്രതീക്ഷിക്കേണ്ട, എന്നാൽ നിങ്ങൾ എത്ര കൂടുതൽ എടുക്കാന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ വെച്ചു ഒരു 10-50 റുപ്യൊക്കെ കിട്ടുള്ളൂ കിലോന്. റേറ്റ് എന്നോട് പറയാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു എനിക്ക് റേറ്റ് അറിയില്ല, നിങ്ങളെ ഞാൻ പറയാൻ ഒരു 50 രൂപയൊക്കെ പറയാന്ന് വിചാരിച്ചപ്പോൾ ഷെഫ് പറഞ്ഞു നമ്മള് 150 എടുക്കുന്നത്, ഒരു 200-220 വരെ മാക്സിമം തരാന്ന് പറഞ്ഞു. ഞാനൊന്നും കിട്ടിയില്ല, നമുക്ക് കിട്ടുന്ന റേറ്റ് ഇത്രയും വലിയ റേറ്റ് ആദ്യം കിട്ടുന്നല്ലേ. അങ്ങനെ ആ വർഷം മുഴുവൻ നമ്മൾ വൈത്തിരി റിസോർട്ടിലേക്ക് നമ്മൾ, പിന്നെ ഒരു പ്രശ്നം പറ്റിയത്, ഇത് ആയി കഴിഞ്ഞിട്ട് ജനുവരിയിലേറ്റ് നമ്മൾ വിളവെടുപ്പ് തുടങ്ങി. ജനുവരി ലാസ്റ്റ് ആകുമ്പോൾ പിന്നെ ഇത് ഓവർ നിർത്താൻ പറ്റൂല കേട്ടോ, അതുകൊണ്ട് കറക്റ്റ് ഫ്രഷ് ഉള്ളത് അവർ എടുക്കുള്ളൂ. ആ ഒരു വർഷം നമ്മൾ എന്ത് ചെയ്തു, ഇവർക്ക് കൊടുത്തിട്ട് അത്യാവശ്യം റേറ്റും കാര്യം കിട്ടി. പിറ്റത്തെ വർഷം മുതൽ നമ്മൾ അവരെ ആശ്രയിച്ചത് കൃഷി ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ഇപ്പൊ എന്താ ചെയ്യുക, എല്ലാ വർഷവും നമ്മൾ മാർക്കറ്റിംഗ് ഇവിടുത്തെ നമ്മുടെ സ്ഥലത്ത് കൊടുക്കുന്നില്ല, വൈത്തിരി റിസോർട്ടുകാർ എടുക്കും. പിന്നെ അവരുടെ പ്രശ്നം ഇതാണ്, അവർ പറഞ്ഞു ഊട്ടിയിൽ നിന്ന് നമുക്ക് സ്ഥിരമായിട്ട് കിട്ടും, നിങ്ങളെടുത്ത് നിന്ന് എടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് എപ്പോഴും തരാൻ കഴിയില്ല, ആ ഒരു പ്രശ്നം ഉണ്ട് പറഞ്ഞു. പിന്നെ കുറഞ്ഞ, അപ്പൊ എന്നോട് പറഞ്ഞു ബൾക്ക് ക്വാണ്ടിറ്റികൾ നിങ്ങൾ ഉണ്ടാക്കരുത്, ഞങ്ങൾക്ക് ഊട്ടിയത്തെ ഓർഡറും കൂടെ എടുക്കാനുണ്ട്. അതുകൊണ്ട് നമ്മൾ ഇതൊരു അത്യാവശ്യത്തിന് ലെവലിൽ ഇപ്പോൾ ഇത് ചെയ്തു വരുന്നുണ്ട്. ഇതിന്റെ മാർക്കറ്റ് പറഞ്ഞതാണ്. ഇപ്പൊ ഇവിടെയുള്ള ആളുകൾക്ക് ഇതിന്റെ ഒക്കെ, പിന്നെ ഞങ്ങൾ ഇതിന്റെ ഗുണം അറിഞ്ഞപ്പോൾ അവർ ഷെഫ് നമുക്ക് അതിന്റെ ഗുണങ്ങൾ പറഞ്ഞു തന്നപ്പോഴേ പിന്നെ എന്തിനാ പുറത്ത് കൊടുക്കുന്നത്, കുറെയൊക്കെ നമ്മൾ BMOൾക്കൊക്കെ നമ്മൾ സൂപ്പ് പോലെ ചെയ്യാം, എന്താ പറയുക ഗ്രേവി ടൈപ്പ് ആക്കിയിട്ട് നല്ല ടേസ്റ്റാ, നല്ല ടേസ്റ്റും ഉണ്ട്, അതിനനുസരിച്ച് ഗുണങ്ങളും ഉണ്ട്. അതുകൊണ്ട് ഇത് നമ്മൾ വീട്ടാവശ്യത്തിനും പിന്നെ അവിടെ കൊടുക്കാനുള്ള രീതിക്കാണ് ബ്രൊക്കോളി ചെയ്തിട്ടുള്ളത്. ചൈനീസ് കാബേജ് പിന്നെ എല്ലാവരും ഗൾഫിൽ നിന്ന് വന്നവരൊക്കെ ഇത് കഴിക്കുന്നതുകൊണ്ടൊക്കെ നമ്മളിവിടെ അധികം ഇത് ഏകദേശം ഒരു പരിചയമായിട്ടുണ്ട്. പിന്നെ സാലഡ് ഉണ്ടാക്കി കഴിക്കുന്നതുകൊണ്ട് അങ്ങനെ പോലും, ഇത് അവർക്ക് അങ്ങനെ വേണ്ട, അവർക്ക് വേണ്ടത് മെയിൻ ആയിട്ട് ബ്രൊക്കോളി. ഇത് ആ ഉപ്പ ഗൾഫിലാണ്, ഉപ്പാൻ എല്ലാവരും വീഡിയോ ചോദിക്കലുണ്ട്, കുറെ ആളുകൾക്ക് ഉപ്പ എവിടെയെന്ന് ചോദിക്കുന്നത്. ഉപ്പ ലീവിന് വന്നിരുന്നു, ആ സമയത്ത് ചെറുതായിട്ടൊക്കെ വീഡിയോയിൽ അങ്ങനെ അങ്ങനെയൊക്കെ കാണിച്ചു. ഉപ്പ പോയിട്ടുണ്ട്, 8 മാസം കഴിഞ്ഞപ്പോൾ വീണ്ടും തിരിച്ചു വരും. ഉപ്പ വന്നു കഴിഞ്ഞാൽ ഇനി ഇപ്പം ഗൾഫ് നിർത്തി വരികയാണ്. അത് കഴിഞ്ഞാൽ ഇപ്പൊ ഫുൾ ടൈം നമ്മളെ കൂടെ ഫാമിൽ എല്ലാ പരിപാടിക്കും ഉണ്ടാവും കേട്ടോ. ഉപ്പ ഉണ്ടെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ ഹെൽപ്പായി, എല്ലാ കാര്യത്തിനും ഉപ്പ മാനേജ് ചെയ്തു. നമ്മളൊക്കെ ഒന്ന് നട്ടു കൊടുത്താൽ ഉപ്പാക്ക് ഏറ്റവും താല്പര്യമുള്ള കാര്യമാണ്. ഇവിടെ വന്നിട്ട് കുറച്ചും കൂടെ നമുക്ക് ലാൻഡ്സ്കേപ്പ് ചെയ്യാനൊക്കെ സഹായിച്ചത് ഉപ്പയായിട്ട്, നമ്മൾ കുറെ കാര്യങ്ങൾ ഓർഡർ ചെയ്യാനും ഇങ്ങനെ സെറ്റാക്കി വെക്കാനൊക്കെ. നമ്മൾ പച്ചമുളകൊക്കെ നടുന്ന സമയത്ത് ഉപ്പ ഉള്ളതുകൊണ്ടാണ് നമ്മുടെ ചട്ടിയിലൊക്കെ അത്ര നല്ല രീതിക്ക് പച്ചമുളകൊക്കെ നട്ട് സെറ്റാക്കി, അതിനൊക്കെ ഉപ്പ ഒരുപാട് സഹായിച്ചിട്ടുണ്ട്. ഇനി ഇപ്പൊ വന്നു കഴിഞ്ഞാൽ നമ്മളെ ഫാം ഒന്നും കൂടെ മാറും. അപ്പം നമുക്ക് ഇത് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, സ്ലറി ഒഴിച്ചു കൊടുക്കണം, കുറച്ചുകൂടെ മണ്ണ് അരിക്ക് വെച്ച് കൊടുക്കാണ്ട് കുറച്ച് ശ്രദ്ധിച്ച് വെക്കണം. ഏതിനെ അത് വാട്ടൊന്ന് ഇല പൊട്ടിയതുണ്ട്, പിന്നെ വാട്ടരോഗം കൂടുതലാട്ടോ ബ്രൊക്കോളിക്ക് പ്രാവശ്യം നല്ല വാട്ടരോഗം വന്നു. കുറേ ഞാൻ തൈകൾ മാറ്റി നട്ട്, ഇനിയിപ്പോ വന്ന തൈകൾ ഈ ഒരു വലുപ്പത്തിൽ എത്തിക്കഴിഞ്ഞാല് പിന്നെ അത്ര പ്രശ്നം വരില്ല. ഒരു ഇടത്തരം വലുപ്പമുണ്ട്, ഈ ഒരു തൈയിനൊക്കെ പോലെ ഇതുണ്ടോ, ഈ തൈയിന് ചെറിയ വാട്ടുണ്ട്. ഇങ്ങനത്തെ ഒരു തൈ ആകുമ്പോഴാണ് കൂടുതലായിട്ട് വാട്ടർ രോഗം വരുന്നത്. അത്യാവശ്യം ഈ ഒരു വലുപ്പത്തിലൊക്കെ എത്തിക്കഴിഞ്ഞാൽ കുറവാണ്. അപ്പൊ ഇതൊക്കെ നമ്മൾ കൃഷി ചെയ്യുന്നത് എന്താ പറയാ, കൂടുതലായിട്ട് കൊടുക്കാൻ ചെയ്താൽ, അതിൽ ക്യാബേജ് മാത്രമേ പറഞ്ഞാൽ നമ്മൾ കൂടുതൽ ചെയ്യുന്നത്. ക്യാബേജ് കൂടുതൽ ചെയ്താൽ നമുക്ക് എങ്ങനെയാലും പച്ചക്കറി കടയിലൊക്കെ കൊടുക്കാം. ഇങ്ങനത്തത് ഇത് ചോദിച്ചു വരുന്ന ആളുകളെ നമ്മൾ ഫാമിൽ നിന്ന് വാങ്ങിക്കുള്ളൂ, അല്ലാതെ നമ്മൾ റിസോർട്ടുകളിലൊക്കെ കൊടുത്തിട്ട് വേണം ഇതൊക്കെ സെയിൽ ചെയ്യാൻ. അപ്പം ഇതൊന്നും ഒരു വലിയ രീതിക്ക് ചെയ്യുന്നില്ല, എന്നാലും കുറവില്ലാത്ത നമ്മളെ പണിക്കൂലിയും കിട്ടും, നമ്മളെ വീട്ടാവശ്യത്തിനും കിട്ടും, ബാക്കിയുള്ളത് കൊടുക്കാന്നുള്ള രീതിക്കാണ് നമ്മൾ ചൈനീസ് ക്യാബേജ്, ബ്രൊക്കോളി, കോളിഫ്ലവർ കൃഷി ചെയ്യുന്നത്. ക്യാബേജ് പിന്നെ നമുക്ക് എപ്പോഴായാലും എത്ര കൊടുത്താലും പച്ചക്കറി കടകളിലൊക്കെ എടുക്കുന്നതുകൊണ്ട് അത് കുറച്ച് കൂടുതലായിട്ടും ചെയ്യുന്നുണ്ട്. പിന്നെ ഈ ഒരു സമയത്ത് ചെയ്യാൻ പറ്റിയ കൃഷി ഞങ്ങൾ വയനാട്ടിൽ ഏറ്റവും നല്ലത് ഇതാണ്. പിന്നെ എല്ലാവർക്കും ഇത് ചെയ്യാനും പറ്റില്ല, അങ്ങനെയുണ്ട്. ഞങ്ങൾ വയനാട്ടുകാർക്കും ഈ ഇടുക്കിയിലുള്ളവർക്കൊക്കെയാണ് ഇങ്ങനെ ശീതകാല പച്ചക്കറികൾ നടാനും അങ്ങനെ കൃഷി ചെയ്യാനും പറ്റുള്ളൂ കേട്ടോ. അല്ലാതെ എല്ലാവർക്കും കിട്ടുന്നൊരു ഭാഗ്യമല്ലത്. മറ്റു പച്ചക്കറികൾ നമുക്ക് എപ്പോൾ വേണമെങ്കിൽ ചെയ്യാം. അപ്പം
ഒരു ജനുവരിക്ക് ശേഷമാണ് നമ്മൾ പയറ്, ബീൻസ്, അങ്ങനത്തെ എല്ലാം. ബീൻസ് ഇപ്പൊ ഈ സമയത്ത് ചെയ്താൽ നല്ലതാണ്, നല്ല റിസൾട്ട് കിട്ടും തണുപ്പുള്ളതുകൊണ്ട്. വഴുതന, പച്ചമുളക്, തക്കാളി ഇതൊക്കെ നമ്മളിനി ഇത് കഴിഞ്ഞിട്ടാണ് കൃഷി ചെയ്യുന്നത്. ഈ ഒരു സമയം കേട്ടോ, ഇത് കഴിഞ്ഞാൽ ഈ ഒരു കൃഷി കഴിഞ്ഞാൽ പിന്നെ മഴക്കാലം വരെ നമ്മൾ കൂടുതലായി ചെയ്യുന്ന കൃഷിയാണ് വഴുതന, പച്ചമുളക്, തക്കാളി. പിന്നെ പയറും ഉണ്ടാവും. വിഷുവിനാണ് ഞങ്ങൾ അധികം പയർ ചെയ്യുന്നത്. വിഷുവിനാണ് റെക്കോർഡ് വില വരുന്ന സമയമാണ്. വിഷുവിന് വിളവെടുക്കണം. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, ഒരു ജനുവരി കഴിഞ്ഞ ഉടനെ പയർ നട്ട ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ ആദ്യത്തിൽ നമ്മൾ പയർ വിളവെടുക്കണം. എന്നാലാണ് വിഷുവിന് ഒരു 1-2 ദിവസം ഭയങ്കര മാർക്കറ്റേക്കും പയറിന് വരിക. പിന്നെ മാർക്കറ്റ് നോക്കിയും കൃഷി ചെയ്താലേ ഇപ്പൊ പിടിച്ചു നിൽക്കാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ വില പൊട്ടിക്കഴിഞ്ഞാൽ, മൈസൂർ മാർക്കറ്റ് പൊട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യും, നമ്മളിവിടെ ചെയ്യുന്നതിന് എത്ര ഓർഗാനിക്കാന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, ആളുകൾ വില കുറയ്ക്കും. അതൊക്കെ ഞങ്ങൾ ഇത്രയും റിസ്ക് എടുത്ത് ചെയ്യാന്നുള്ള രീതിക്കുള്ള ഒരു വില കിട്ടുന്നതുകൊണ്ടാണ് നമ്മൾ ഇതിലൊക്കെ പിടിച്ചു നിൽക്കുന്നത് കേട്ടോ. ഇപ്പൊ പല ആളുകളും നമ്മൾ വീഡിയോയിലൊക്കെ പറഞ്ഞു നമ്മളെ ജില്ലയിലായതുകൊണ്ടാണ് ഇതിന് വലിയ വാല്യൂ ഇല്ലാത്തത്. ഇവിടുന്ന് അങ്ങോട്ട് കോഴിക്കോട്, അങ്ങോട്ട് എങ്ങോട്ട് പോയാലും നമ്മുടെ പച്ചക്കറിക്കൊക്കെ നല്ല മാർക്കറ്റ് ഉണ്ട്. അവിടെയൊന്നും ഇത്ര ഫ്രഷ് പച്ചക്കറി കിട്ടുന്നില്ല. ഇവിടെ വയനാട്ടിൽ പിന്നെ എല്ലാവരും ചെയ്യുന്നത് കൊണ്ടും പൊതുവെ അങ്ങനെ ഒരു വലിയ മാർക്കറ്റായിട്ട് നമുക്ക് വയനാട്ടിൽ പച്ചക്കറി കൃഷി ചെയ്യാനുള്ളൊരു പേടിയുണ്ട്. എന്താ വെച്ചാൽ മാർക്കറ്റ് കറക്റ്റ് കിട്ടുന്നില്ല. പയർ കൂടുതൽ ചെയ്ത് കഴിഞ്ഞാൽ പയറിന് വില പൊട്ടും, അങ്ങനെയാണ്. അതുകൊണ്ട് ഞങ്ങൾ പിന്നെ എല്ലാം ഒരു കുറഞ്ഞ ലെവലിൽ ചെയ്യുന്നത് കൊണ്ടാണ്, പിന്നെ ഫാമിൽ വന്നിട്ട് വിൽപ്പന നടത്തുന്നതുകൊണ്ടാണ് ഞങ്ങൾ പിടിച്ചു നിൽക്കുന്നത്. അപ്പൊ ഇനി സ്ലറി അടിക്കാം അല്ലേ. ഒന്ന് അരിക്കി വെച്ചതിന് ശേഷേ ഇതാ സ്ലറി അടി തുടങ്ങി കേട്ടോ. സ്ലറി കണ്ടില്ലേ, ഈ ചുറ്റിലുള്ള ഇങ്ങനെ ഓരോ ഗ്യാപ്പിലുള്ള ചാലിൽ ഇങ്ങനെ കറക്റ്റ് അങ്ങോട്ട് വരുന്നത് നല്ല സ്പീഡിൽ എത്തുന്നുണ്ട്. നമ്മൾ അരിക്ക് കയറ്റാൻ വേണ്ടി മണ്ണ് വലിച്ചതിനുള്ള ഗ്യാപ്പിലുള്ള ചാലുകളാട്ടോ. അപ്പൊ ഓരോ ചാലിലും ഇതുപോലെ വെച്ചു കൊടുത്താൽ ഇതിന്റെ ചോട്ടിലുള്ള മണ്ണും പോവില്ല, ചെടികൾക്ക് ആവശ്യത്തിന് ഇങ്ങനെ വലിച്ചെടുത്തോളും. ക്യാബേജ്, കോളിഫ്ലവർ, ബ്രൊക്കോളി, ചൈനീസ് ക്യാബേജ്, ഇതിനൊക്കെ ഏറ്റവും നല്ലതാണ് സ്ലറി. അതിൽ നമ്മൾ ബ്രൊക്കോളിക്കും കോളിഫ്ലവറിനും കുറച്ച് കഴിഞ്ഞാൽ സ്ലറി അടിക്കൽ നിർത്തിട്ടാവും. ആ ഫ്ലവർ വരുന്ന സമയത്ത് ഓവർ കരുത്തായി കഴിഞ്ഞാൽ ചെടിക്ക് നല്ല കരുത്തുണ്ടാവും, ഇതിലുണ്ടാകുന്ന ഫ്ലവറും ബ്രൊക്കോളിയൊക്കെ വളരെ ചെറുതായിരിക്കും. പക്ഷെ ക്യാബേജിനും ചൈനീസ് ക്യാബേജിനും എത്രത്തോളം സ്ലറി അടിക്കാൻ പറ്റും അത്രയും നല്ലതാണ്. അത്രയും ഇലകളും വരും, ഇലകൾക്കൊക്കെ നല്ല കരുത്തും ഉണ്ടാവും. അത് നമ്മൾ ഇലയായിട്ടല്ല ഉപയോഗിക്കുന്നത്. അപ്പൊ അത്യാവശ്യം ഫോഴ്സിലാണ് സ്ലറി വരുന്നത്. വെള്ള രൂപത്തിലാകുമ്പോൾ അതിൽ ഇതുപോലെ നല്ല ഇങ്ങനെ വരും. സ്ലറി കാണുന്നത് തെളിഞ്ഞ വെള്ളം. കുറുന്നനെ വന്നാൽ നമ്മൾ അപ്പം ഓഫ് ചെയ്യും. കുറച്ചും കൂടി വന്നു കഴിഞ്ഞാൽ ലാസ്റ്റ് എത്തുമ്പോഴത്തേക്കും കുറുന്നനാവും. കുറുന്നനായി കഴിഞ്ഞാൽ അതിനൊരു കോട്ടിങ് വന്നു പോകും. അപ്പോൾ നമുക്ക് നനയ്ക്കുന്നൊന്നും കറക്റ്റ് ചെടികൾക്ക് കിട്ടൂല. മുകളിൽ ഇങ്ങനെ ചാണകം മെഴുകിയ പോലെ വരും. ഇതങ്ങനെ എല്ലാ ഭാഗത്തും ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ തന്നെ അരിക്ക് കയറ്റി ഇനി സ്ലറിയും കൂടെ വന്നതുകൊണ്ട് കരുത്ത് പെട്ടെന്ന് ആയിക്കും. ഇനി പെട്ടെന്ന് ഇങ്ങോട്ട് കയറി വരും. അപ്പൊ സ്ലറി അങ്ങനെ വരട്ടെ. കറണ്ട് പോയി വന്നല്ലോ, കറണ്ട് പോയി. അപ്പൊ എന്തായാലും നമ്മൾ മൊത്തം ഈ കുറുന്നനെ വരുന്നവരെ അത് അടിച്ചുകൊണ്ടിരിക്കും. ഇവിടെ കുറച്ച് ചൈനീസ് ക്യാബേജ് നമ്മൾ മണ്ണിട്ട് കൊടുത്തിട്ടില്ല, മണ്ണിട്ട് കൊടുക്കാൻ പറ്റില്ല. ഇതൊക്കെ പച്ചച്ചീരയാണ്. ഇവിടെയാണ് പച്ചച്ചീരയ്ക്ക് ഒരു തെളിച്ചക്കുറവുണ്ട്. എന്തായാലും സ്ലറി അടിച്ചാൽ റെഡിയാവും. അതിനുള്ളിലൊക്കെ നമുക്ക് ഇങ്ങനെ ഷെയ്ഡ് പെട്ടുപോയിട്ടുണ്ട്. ഇത് കണ്ടോ നല്ല വലുപ്പത്തിൽ വന്നാണ്, ഇപ്പൊ ചെറുതായിട്ട്. അപ്പൊ ഈ 2 ദിവസം കൊണ്ട് തന്നെ നമ്മൾ ഇന്ന് സ്ലറി ഇങ്ങോട്ട് അടിച്ചു കഴിഞ്ഞാൽ ഇത് പറിച്ചെടുക്കാട്ടോ. ഇത് ഇവിടെ നിർത്തൂല. ഇത് പറിച്ചെടുത്തിട്ട് വേഗം ഇതിന് അവിടെയൊക്കെ നോക്ക് തൈ, ഇവിടെ ഒരു തൈ ഇതുണ്ട്, തൈ ചെറുതായിട്ട് ഇങ്ങനെ ഷെയ്ഡ് വന്ന അപ്പം തൈകൾ ചെറുതാവും. ഇവിടെ ഒരു തൈ ഉണ്ട്. ഒക്കെ കറക്റ്റ് പറയാം, എല്ലാ തൈയും നട്ടതൊക്കെ പിടിച്ചു കിട്ടിയതാണ്. ഇവിടെയൊക്കെ ഉണ്ട്. വേഗം ഈ ചീര, ഇവിടെ കുറച്ച് ചീര ചെറുതായി പോയി. അവിടെയൊക്കെയുള്ള ചീര പറിച്ച സമയത്ത് പറിക്കാൻ പറ്റില്ല. ഇത് പറിച്ചെടുത്തിട്ട് വേഗം ഇതിനും കൂടെ ഒന്ന് അരിക്ക് വെച്ച് കൊടുക്കണം. ഈ ഒരു സൈഡ് മാത്രം. ഇവിടെ ഉണ്ട് കുറച്ച് ചീര. ഇല്ല, കറണ്ട് വന്നിട്ടില്ല. അപ്പൊ ഇത്രയേ ഉള്ളൂ നമ്മളെ ഇന്നത്തെ വീഡിയോയില്. ഈ വീഡിയോ നിർത്തിട്ട് എന്തായാലും നമ്മള് ഇത് മൊത്തം സ്ലറി അടിച്ച് തീർക്കും. കുറുന്നനുള്ള ചാണകം വരുന്നവരെ, കറണ്ട് പോയതുകൊണ്ടാണ്, കുറുന്നനുള്ള ചാണകം വരുന്നവരെ നമ്മൾ എല്ലാത്തിനും സ്ലറി എത്തിച്ചാൽ ഇതിന്റെ സ്ലറി തീർന്നു കിട്ടും. അപ്പൊ നാളെ നമുക്ക് എന്ത് ചെയ്യണം, വീണ്ടും നമ്മൾ ക്യാബേജിൽ മുഴുവനായിട്ട് അടിച്ചു കഴിഞ്ഞിട്ടില്ല, നമ്മൾ കോളിഫ്ലവർ കഴിയുന്നേ ഉള്ളൂ. ഓരോ ദിവസം നമ്മളൊരു അരമണിക്കൂറിന്റെ അടുത്ത് 15 മിനിറ്റ് 20 മിനിറ്റ് ഒക്കെ നമുക്ക് സ്ലറി നല്ല തെളിഞ്ഞത് കിട്ടുള്ളൂ. പിന്നെ നമ്മൾ കുറുന്നനാകുമ്പോൾ അപ്പം നിർത്തുന്നതുകൊണ്ട് അത്രയൊക്കെ ഉള്ളൂ. ഈ അടുത്ത ആഴ്ച കൊണ്ട് നമ്മൾ എന്ത് ചെയ്യും, മൊത്തത്തിൽ ആ ഭാഗത്ത് സ്ലറി മൊത്തം അടിച്ച് തീർക്കണം. ക്യാബേജ് അത്രയും ഉള്ളതുകൊണ്ട് ഓരോ 4-5 ഏരി കഴിയുമ്പോഴത്തേക്കും നമുക്കിത് കുറുന്നനെ വന്നു പോകുന്നത്, ആ ഒരു പ്രശ്നമുള്ളതുകൊണ്ട്. അപ്പൊ എന്നാൽ വീഡിയോ ഇവിടെ നിർത്തട്ടെ. കറണ്ട് വന്നിട്ട് സ്ലറി വേഗം തീർക്കും ചെയ്യട്ടെ.